ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നല്ലേ. ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താ നോക്കിയാലോ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, നമ്മൾ കൊടുത്ത കാശിന് അതേ ആ ഒരു ഇയറിൽ ആ ഒരു എമൗണ്ടിനുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരുന്നു സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഇതിൽ കാശ് കിട്ടുന്ന ഒരു പരിപാടിയാണ് അല്ലേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് കിട്ടും, നമ്മൾ 2 വർഷത്തേക്കാണ് ഒരു എമൗണ്ട് കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ. നമുക്ക് ഫസ്റ്റ് ഇയർ നമ്മൾ ഇട്ട പൈസയുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ആ ഫസ്റ്റ് ഇയറിൽ കിട്ടിയ ഇൻട്രസ്റ്റും കൂടി നമ്മൾ ഇട്ട എമൗണ്ടിലേക്ക് ആഡ് ആവും. ഓക്കെ, അപ്പോൾ എന്തായി, കുറച്ചും കൂടി കാശ് കൂടിയില്ലേ. ആ ഒരു എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും സെക്കൻഡ് ഇയർ എൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം മനസ്സിലായോ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ബാങ്കുകാർ ഇങ്ങോട്ട് തരുന്ന ആ ഒരു ഇൻട്രസ്റ്റിനും കൂടി അവരെന്ത് തരും, നമുക്ക് പലിശ തരും. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റിനും കൂടി ഇൻട്രസ്റ്റ് തരുന്നതാണ് എന്ത് നമ്മൾ പറയുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനും എന്തുണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നല്ലോ. അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനും നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല കണ്ടുപിടിക്കാനുള്ളത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ നമ്മൾ ഇട്ട എമൗണ്ടും എല്ലാം കൂടി കൂട്ടി ടോട്ടൽ നമുക്ക് എത്ര വർഷം കഴിഞ്ഞിട്ടാണോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കി, ഇഫ് P rupees is invested in a scheme giving R% interest compounded annually, the amount got after n years is P into 1 plus R by 100 whole raised to n. അതായത് നമ്മളൊരു P rupees ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണ് അല്ലെങ്കിൽ ഒരു ബാങ്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുവാണ്. എത്ര പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റിലെ ആ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റിലെ എത്ര വർഷത്തേക്ക് n ഇയറിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ ദ എമൗണ്ട് ഗോട്ട് ആഫ്റ്റർ n ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതെ, P into 1 plus R by 100 raised to n. ഇതാണ് നമ്മുടെ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്, P into 1 plus R by 100 raised to n എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടും എല്ലാം കൂടി കൂട്ടിയിട്ട് അവസാനം നമുക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ട് ആണ് എന്ത്, ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ വഴി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്, ആ ഒരു എമൗണ്ട് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടിയ പലിശ എന്താണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ നമുക്ക് CI എന്ന് വിളിക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, നമുക്ക് അവസാനം കിട്ടിയ ഈ എമൗണ്ടിൽ നിന്ന് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ആ ഒരു എമൗണ്ട് മൈനസ് ചെയ്താൽ മതി. നമുക്ക് ഏറ്റവും അവസാനം ഇൻട്രസ്റ്റും എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു പൈസയിൽ നിന്ന് നമ്മൾ ആദ്യം എത്ര രൂപയാണോ കൊടുത്തിരിക്കുന്നത് അത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കിട്ടിയ പലിശ എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. സുമേഷ് deposited 10,000 rupees in a bank which gives 5% interest compounded annually. How much would he get after 2 years? അപ്പോൾ നമ്മുടെ സുമേഷ് ഒരു ബാങ്കിൽ കൊണ്ടുപോയി എത്ര രൂപ നിക്ഷേപിച്ചു, 10,000 രൂപ നിക്ഷേപിച്ചു അല്ലേ, 10,000 rupees നിക്ഷേപിച്ചു. which gives 5% ഇൻട്രസ്റ്റ്. എത്ര ശതമാനം പലിശയ്ക്കാ പൈസ ഇട്ടത്, 5% പൈസക്കാണ് അല്ലേ, 5% പലിശയ്ക്കാണ്. ഇനി അവിടെ പലിശ എങ്ങനെയാണ്, കൂട്ടുപലിശയാണ്. അത് കോമ്പൗണ്ടഡ് ആനുവലി, വർഷം എന്താണ് പലിശ കണക്കാക്കിയിട്ട് ആ പലിശ നമ്മുടെ എമൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ, ദെൻ ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ആഫ്റ്റർ 2 years? 2 വർഷം കഴിയുമ്പോൾ സുമേഷിന് എത്ര രൂപ തിരിച്ചു കിട്ടും? അപ്പം നമ്മുടെ സുമേഷ് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എന്താണ്, പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് ഡെപ്പോസിറ്റ് ചെയ്യാത്ത ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ P എന്ന് വിളിക്കുന്നത്. എത്ര രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്, 10,000 രൂപയാണ് അല്ലേ, 10,000 rupees ആണ്. ഇനി എത്ര പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര പെർസെൻറ്റേജ് ആണ്, നമ്മുടെ സ്മോൾ ലെറ്റർ R ആണ്. ദെൻ എത്രയാണ്, 5 ആണ് അല്ലേ, 5% ആണ്. ഇനി എത്ര വർഷത്തേക്കാണ്, 2 years ആണല്ലേ, 2 വർഷം കഴിയുമ്പോൾ സുമേഷിന് എത്ര കിട്ടുമെന്ന് ചോദിച്ചാണ്. അപ്പോൾ നമ്മൾ ആ 2 വർഷത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇപ്പം നമ്പർ ഓഫ് ഇയേഴ്സ് n എന്ന് പറയുന്നത് എന്താണ്, 2 ആണല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ
നമുക്ക് എന്താണ് പലിശയും അതുപോലെ തന്നെ സുമേഷ് ഇട്ട തുകയും എല്ലാം കൂടിയിട്ട് 2 വർഷം കഴിയുമ്പോൾ സുമേഷിന് എന്ത് കിട്ടും? അപ്പോൾ നമ്മുടെ എമൗണ്ടിന്റെ ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. എമൗണ്ട് ഈക്വൽ ടു എന്താണ്? പി എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ കടമായിട്ട് എടുത്തതോ ആയിട്ടുള്ള എമൗണ്ട് ആണ് പി എന്ന് പറയുന്നത്. ഇൻറ്റു എന്താണ്? 1 + R എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 100 റേസ് ടു n. ഇയർ എന്ന് പറയുന്നത് നമ്മൾ റേസ് ടു n ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും നമ്മൾ ഈ 6 മെന്നും ഒക്കെ എന്താണ്? സ്മോൾ ലെറ്റർ ആണ് കോമ്പൗണ്ടിൽ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റിൽ അല്ലേ? ഇനി നമുക്ക് ഈ വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? നോക്കിയേ, പി എത്രയാണ്? 10,000 ആണ് അല്ലേ? 10,000 ഇൻറ്റു 1 + R എത്രയാണ്? 5 ആണ്. 5/100 റേസ് ടു 2. ഇനി ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മിക്ക ക്വസ്റ്റ്യൻസും എന്താണ്? ഈ 5%, 6%, 7% അങ്ങനെയൊക്കെയാണ് പലിശ വരുന്നത് അല്ലേ? ഇപ്പോൾ അതെ ഇവിടെ നോക്കുമ്പോൾ 10,000 ഇൻറ്റു ഇനി 1 + 5/100, 1 + 5/100 ഇത് നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. ഇവിടെ 1ന്റെ താഴെ ഒരു ഡിനോമിനേറ്റർ 1 ഇട്ട് കൊടുത്തു. ദെൻ ഇനി എന്ത് ചെയ്യുക? 1 × 100 എന്താ? 100 പ്ലസ് 1 × 5 ഡിവൈഡഡ് ബൈ 1 × 100 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. 2 ഫ്രാക്ഷൻസ് എടുക്കുക. 1/1 + 5/100 എന്ത് ചെയ്യണം? 1 × 100 ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ 1 × 5 ഡിവൈഡഡ് ബൈ 1 × 10. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി ഈക്വൽ ടു 10,000 ഇൻറ്റു 100 + 5 എന്താ? 105 ആണല്ലേ? 105 ഡിവൈഡഡ് ബൈ 100 റേസ് ടു 2. ഓക്കെ, ഇനി നമുക്ക് ഈ 1000 ഇൻറ്റു സ്ക്വയർ നമുക്ക് അവിടെ ഇവിടെയും കൊടുക്കാമല്ലോ. 105ന് സ്ക്വയറും കൊടുക്കാം, 100നും സ്ക്വയർ കൊടുക്കാം. അപ്പോൾ 105ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 105 ഇൻറ്റു 105 ഡിവൈഡഡ് ബൈ 100ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു 100. നോക്കിയേ, ഇവിടെ എല്ലാ നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്താണ് കിടക്കുന്നത്. സോ നമുക്ക് ഈ സീറോസ് കുറേ ക്യാൻസൽ ചെയ്ത് കഴിയാം. ദേ ഇവിടുത്തെ സീറോയും ഇവിടെ ഒരെണ്ണം പോയി, ദെൻ ഇവിടെയും പോയി, ദെൻ അടുത്തതും പോയി, ദെൻ അടുത്തതും പോയി. അപ്പം ഇനി ആരുണ്ട്? 105 ഇൻറ്റു 105 എത്രയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം? 105 ഇൻറ്റു 105 ചെയ്യണം അല്ലേ? അതിനൊരു ട്രിക്ക് ഉണ്ട്. നമ്മുടെ 105 ഇതിന് നമ്മൾ ആദ്യം 1 എഴുതിയേ. ഇനി 5ന്റെ ഡബിൾ എന്താ? 5ന്റെ ഇരട്ടി എന്താ? 10 ആണല്ലേ? 10 എഴുതാം. 5ന്റെ സ്ക്വയർ എന്താ? 5ന്റെ സ്ക്വയർ എത്രയാ? 25. എന്താ ചെയ്യണ്ടേ? ആദ്യം 1 എഴുതുക, ദെൻ അവസാനത്തെ നമ്പറിന്റെ ഡബിൾ എഴുതുക, ഇരട്ടി എഴുതുക, അതിന്റെ സ്ക്വയർ എഴുതുക. ഇതാണ് 105 എന്ന് പറയുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 105 ഇൻറ്റു 105 നോക്കിയേ, 5 5s are 25. ദെൻ 5 × 0 0 0 + 2 2 1 5s are 5. അടുത്ത 0 വെച്ചിട്ടാണ്, അപ്പോൾ എല്ലാം 0 ആയി. ദെൻ 1 വെച്ചിട്ടാണ്, അപ്പോൾ 5 0 1. നോക്കിയേ, 5 2 10 കണ്ടോ? കിട്ടിയില്ലേ? 11,025 എന്ന് കിട്ടിയല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ആൻസർ? 11025 റുപ്പീസ്. അപ്പോൾ സുമേഷിന് എത്ര രൂപ കിട്ടിയെന്ന് നോക്കിക്കേ. ഇത്രയും രൂപ കിട്ടി അല്ലേ? ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും നമുക്കൊന്ന് നോക്കാം. സുമേഷിന് 2 വർഷത്തേക്ക് എത്ര രൂപ പലിശ കിട്ടിയെന്ന് നോക്കാം. പലിശ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് അവസാനം കിട്ടിയ പൈസയിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് നിക്ഷേപിച്ച പൈസ അങ്ങ് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് അവസാനം കിട്ടിയത് ഏതാണ്? ഇതാണല്ലേ, 11025. സുമേഷ് ഇട്ട പൈസ എത്രയാ? 10,000 ആണല്ലേ? അപ്പോൾ 10,000. ഇതൊന്ന് മൈനസ് ചെയ്തേ. ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്തോരും? 1025 എന്ന് കിട്ടും. അപ്പോൾ നോക്കിക്കേ, 1025 രൂപയാണ് സുമേഷിന് 2 വർഷം കൊണ്ട് പലിശ കിട്ടിയത് അല്ലേ? നോക്കിയേ, എത്ര രൂപയാണ് പലിശ കിട്ടിയത് നോക്കിക്കേ. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ
കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനും അതിൻ്റെ മെത്തേഡും. ഇനി ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് 1 തൊട്ട് 101 തൊട്ട് 109 വരെയുള്ള നമ്പേഴ്സിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് യൂസ് ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ്? സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് 101ന്റെ സ്ക്വയർ ചെയ്യാൻ എന്ത് ചെയ്യുക? 1 എഴുതുക. ദെൻ ഈ 1ന്റെ ഡബിൾ എന്താ? 2 ആണല്ലേ. ആ 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 02 എന്ന് എഴുതാം. ദെൻ 1ന്റെ സ്ക്വയർ എന്താ? 1 തന്നെ. അപ്പോൾ ഇങ്ങനെ എഴുതാം. ദെൻ 102ന്റെ സ്ക്വയർ എങ്ങനെ എഴുതാം? 1 എഴുതുക. 2ന്റെ സ്ക്വയർ 4, 2ന്റെ ഡബിൾ 4, 2ന്റെ സ്ക്വയർ എന്ത് തന്നെയാണ്? 4 ആണല്ലേ. അപ്പോൾ 04 എന്ന് എഴുതാം. അതുപോലെ 103 സ്ക്വയർ ഇതിനെങ്ങനെ എഴുതാം? 1 എഴുതുക. 9ന്റെ ഡബിൾ എന്താ? 6 ആണ്. അപ്പോൾ 06. 3ന്റെ സ്ക്വയർ എന്താണ്? 3ന്റെ ഡബിൾ 06, 3ന്റെ സ്ക്വയർ എന്താണ്? 9 ആണല്ലേ. അപ്പോൾ 09. ഇതുപോലെ നമുക്ക് 101 തൊട്ട് 109 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനും അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മളിവിടെ സോൾവ് ചെയ്തു. ഇനി നിങ്ങൾക്ക് അടുത്തത് ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ സ്റ്റുഡൻസ്, ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.